ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വർക്കുമായിട്ടാണ്. നമ്മുടെ ഈ ജ്വല്ലറിയിലൊക്കെ കിട്ടുന്ന ചെറിയ പൗച്ചില്ലേ, ആ പൗച്ചിൽ നമ്മൾ ഈ വള്ളി ഇടുന്ന ഒരു വർക്കാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്കവർ തന്നേക്കുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മാല പോലെ ചെയ്താണ് വന്നേക്കുന്നത്. ഇതിന് നമ്മൾ നൂല് കട്ട് ചെയ്ത് തിരിച്ചിട്ട് വേണം ഇതിൻ്റെ വർക്ക് ചെയ്യാൻ. ഇന്ന് നമ്മളെ സഹായിക്കാൻ ലിച്ചൂസും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് പറ്റുന്നത് പോലെ അവളും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിനെ ഓരോ പൗച്ചും വേറെ വേറെ ആയിട്ട് എടുക്കണം. അതിന് രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 300 എണ്ണമാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും ചെയ്തിട്ട് വള്ളി ഇടാൻ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെല്ലാം നമ്മൾ വേറെ വേറെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ഇതിനാവശ്യമായ നൂല് കട്ട് ചെയ്തെടുക്കാനാണ്. 36 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഈ നൂലിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഒരു പൗച്ചിനകത്ത് 2 നൂല് വെച്ചിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു കെട്ടായിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ 36 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മുറിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് നൂല് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേട്ടനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ അവിടെ നൂല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇത്രയും നീളത്തിലാണ് നമ്മൾ നൂല് മുറിച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലത്തെ സൂചിയാണ് വേണ്ടത്. നമ്മൾ ചാക്ക് സൂചി, കൊട്ട സൂചി എന്നൊക്കെ പറയത്തില്ലേ, ഈ വലിയ സൈസ് സൂചി. അപ്പോൾ അതിൽക്കത്തെയാണ് വേണ്ടത്. അതിലേക്ക് ആദ്യം നമുക്ക് ഒരു നൂല് കയറ്റി കൊടുക്കണം. അത് ഫുള്ളായിട്ട് വലിച്ച് ഇനി വെളിയിൽ വരണ്ട. ഒരു കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ നീക്കിയിട്ടാൽ മതി. പിന്നെ എന്നിട്ട് നമ്മുടെ ഈ സഞ്ചിയുടെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നടുക്ക് ആ സ്റ്റിച്ചിൻ്റെ രണ്ടിൻ്റെയും നടുക്കൂടെ ചെറിയൊരു ഹോളിട്ട് നമ്മൾ ഈ സൂചി കയറ്റുകയാണ് ചെയ്യുന്നത്. അത് വെളിയിൽ വരാതെ നോക്കണം. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലോട്ട് അത് കുത്തി ഇറക്കും. എന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ അപ്പുറത്ത് അതുപോലെ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നൂല് അങ്ങ് ഉള്ളിലോട്ട് കയറി പോവാതെ നോക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചി വെളിയിൽ വരരുത്. ഈ നൂല് കാണുന്ന രീതിയിൽ ഒരിക്കലും സൂചി കയറ്റിക്കൊണ്ട് പോകരുത്. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ നൂല് ഇട്ട് കൊടുക്കാം. ആ നൂല് ഇനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സഞ്ചിയുടെ ക്ലോസ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ഈ നൂല് വെളിയിൽ വരാത്തൊരു ഭാഗം, അവിടുന്ന് അടുത്ത് നൂല് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 സൈഡും നമ്മൾ നൂലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലെ 2 നൂലും ഒരേപോലെ ചേർത്ത് വെച്ച് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഏറിയും കുറഞ്ഞും പോകരുത്. ഒരേ ലെവലിൽ പിടിച്ചുകൊണ്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇതുപോലെ 2 സൈഡും ചേർത്ത് പിടിച്ച് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് 2 സൈഡൂടെ പിടിച്ചിങ്ങനെ നമ്മൾ വലിക്കുമ്പം ഇത് ക്ലോസ് ആയിട്ട് പൊയ്ക്കോളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. നിങ്ങളും ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.